ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ തിടുക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചതെന്തിന്? തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ തിടുക്കപ്പെട്ട് രണ്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിയമിച്ചതായി റിപ്പോർട്ട്. കേരള കേഡർ ഉദ്യോഗസ്ഥനായ ജ്ഞാനേഷ് കുമാർ, പഞ്ചാബ് കേഡറിലുള്ള മുൻ IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചതായാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ 3-അംഗ സമിതിയാണ് പുതിയ കമ്മീഷണർമാരെ തിരഞ്ഞെടുത്തത്. ഇക്കാര്യം സമിതി അംഗമായ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി സ്ഥിരീകരിച്ചു. അന്തിമ പട്ടിക തരുവാൻ ആവശ്യപ്പെട്ടിട്ടും നൽകാതെയാണ് തിരഞ്ഞെടുപ്പെന്നും ഇക്കാര്യത്തിൽ താൻ വിയോജനക്കുറിപ്പ് നൽകിയതായും അധീർ രഞ്ജൻ ചൗധരി അറിയിച്ചു. रातों रात 212 व्यक्तियों को उनके बारे में मुझे कैसे बारीकी से जानकारी मिले और कैसे मैं अपना बुद्धि को इस्तेमाल करे, मतलब शुरू से ही इस कमेटी में बहुमत सरकार की पक्ष में है. तो इसमें चयन हुई एक तो केरल के मिस्टर मोहेश बोल के और एक पंजाब के मिस्टर संधू बोल के. കണ്ടോ, സെലക്ഷൻ സമിതിയിൽ അംഗമായ ഇദ്ദേഹത്തെ പോലെയുള്ളവരാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത്. കോർപ്പറേഷൻ വകുപ്പ് സെക്രട്ടറി, പാർലമെന്ററി കാര്യ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ജ്ഞാനേഷ് കുമാർ 1988 കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, മാനവ വിഭവ വികസന വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ അനൂപ് ചന്ദ്ര പാണ്ഡെ വിരമിച്ച ശേഷം പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിരുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അരുൺ ഗോയൽ കഴിഞ്ഞയാഴ്ച രാജിവെച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ മാത്രം ബാക്കിയായി. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും സെലക്ഷൻ സമിതിയിൽ അംഗമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ അന്തിക ചുരുക്കപ്പട്ടിയിൽ ഉള്ളവരുടെ വിവരങ്ങൾ സർക്കാർ കൈമാറിയിട്ടില്ലെന്ന് അധീർ രഞ്ജൻ ചൗധരി കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചിരുന്നു. വിവരങ്ങൾ ആവശ്യപ്പെട്ട് താൻ നിയമ മന്ത്രാലയത്തിന് കത്ത് നൽകിയെങ്കിലും വിവരങ്ങൾ നൽകിയില്ലെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. എത്ര ഏകാധിപത്യപരമായ രീതിയിലാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് എന്ന് കാണുക. നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് തലേന്ന് തിടുക്കപ്പെട്ട് സർക്കാർ 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചത്. കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്നാവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയെന്ന് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ സൂചന നൽകിയിരുന്നു. സെലക്ഷൻ സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത്. സുതാര്യത മുൻനിർത്തി പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അംഗങ്ങളായ സമിതി രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് മറികടക്കുവാൻ കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവരികയായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.